ഗൈസ് ദ പവർ ഫാമിലി യൂട്യൂബ് ചാനലിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സാധനം കാണിച്ചു തരാനാണ്. ആദ്യം ആ സാധനം കാണിച്ചു തരാം, എന്നിട്ട് ബാക്കി പറയാം കേട്ടോ. ഇതാണ് ആ ഒരു സംഭവം. ഞാൻ വലിക്കട്ടെ കേട്ടോ. ഇത് എന്തിനാണ് ഇത് കാണിച്ചു തരുന്നതെന്നല്ലേ ഗൈസ്, ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. അതായത് ഞാൻ വെള്ളത്തിലിട്ട പൊട്ടുന്ന കായ് ഇടുന്നൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു കായും കൂടി ഉണ്ട്, അത് കൈ വെച്ച് പൊട്ടിക്കുക എന്താണെന്ന്. അതാണ് ഈ കായ്. ഈ കായ് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുക. ഇത് സൗണ്ട് വരുമോ എന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ്. അയ്യേ ഗൈസ്, ഇതിന് കൊള്ളില്ല, സൗണ്ടൊന്നും വരുന്നില്ല. ഇത് പൊട്ടിക്കുന്നതുകൊണ്ട് വേറൊരു പ്രോബ്ലം ഇല്ല കേട്ടോ. അയ്യേ, ഇതാണോ ഇപ്പം കായ്? അമ്മ പറഞ്ഞ കേട്ടോ ഇങ്ങനത്തെ ഒരു കായ് ഉണ്ടെന്ന്. ഇതൊരു കാശിന് കൊള്ളില്ല എന്തായാലും. കാശിനല്ല, അതായത് കാശിനൊന്നല്ല പഠിച്ച് കൊള്ളില്ല കേട്ടോ. ഇത് പൊട്ടുന്നു കൂടിയില്ല. പൊട്ടിയില്ല. ഈ ഒരു ഇലയുടെയാണ് ആ കായ്. ഇതാ ലവ് ഷേപ്പിലൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഇലയുടെ കായാണത്. ഒരു ഉപകാരമില്ല എന്തായാലും. എനിക്ക് ഇഷ്ടപ്പെട്ടത് മറ്റേ കായ കേട്ടോ. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ടാഗ് ചെയ്യാം. അപ്പോൾ ബൈ. ഞാൻ വെറുതെ ഒന്ന് പാടത്തോട്ട് ഇറങ്ങുകയാണ്. എൻ്റെ പാടമല്ല കേട്ടോ. ഈ ഒരു പൂവിന് നിങ്ങളുടെ അവിടെ എന്താ വിളിക്കുക? ഞങ്ങളുടെ അവിടെ തേൻ പൂന്നാണ് വിളിക്കുക കേട്ടോ. തേന് കുടിക്കാൻ പറ്റും. പലപ്പോഴും ഞാൻ കുടിച്ച് നോക്കിയിട്ടില്ല. തേനൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തേന്? കമൻറ്റ് ചെയ്യണം. തേൻ പൂന്ന് ഞാൻ വിളിക്കുക. നിങ്ങളുടെ അവിടെ എന്താ വിളിക്കുന്നത് കമൻറ്റ് ചെയ്യുക. ഇതാണ് ജസ്റ്റ് ഞങ്ങളുടെ ഒരു പാടം. ഞങ്ങളുടെ അല്ല കേട്ടോ. ഞാൻ വായിലെപ്പോഴും എൻ്റെ പാടം എന്നാണ് വരിക. എൻ്റെ പാടമല്ല, ആരുടെ പാടമാണ്. അപ്പോൾ എനിക്ക് വീണ്ടും ആ ഒരു കായ് കിട്ടി. ഇതാണ്. ഇത് അമ്മീ ഉറുമ്പുണ്ട് കേട്ടോ. അമ്മേ ഉറുമ്പുണ്ട്. ഇത് തോന്നുന്നു എനിക്ക് ആ വൈറ്റ് പൂവിൻ്റെ കായാണെന്ന്. വെള്ളപ്പൂവിൻ്റെ ഒരു കായുണ്ട് എന്ന് നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ കായാണെന്ന് തോന്നുന്നു. ഉറുമ്പിൻ്റെ കടി കൊണ്ടുപോയിട്ട് എന്തായാലും എനിക്ക് കരിഞ്ഞു കിട്ടോ ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ നേരത്തെ പൊട്ടിച്ച ആ ഒരു കായ്, അത് വന്നിട്ട് ഒരു വെള്ളപ്പൂണ്ട്. ആ പൂവിൻ്റെ കായാണെന്ന് മനസ്സിലായിട്ട് എന്തായാലും. വെള്ളപ്പൂവിൻ്റെ ഇത് കണ്ടോ നിൽക്കുന്നത്, ഇഷ്ടംപോലെ ഉണ്ട്. ഫുള്ള് കരിഞ്ഞതാണ്. ഇതൊന്നും പൊട്ടിക്കാൻ പറ്റൂല കേട്ടോ. പൊട്ടിക്കാനേ പറ്റില്ല. അതൊക്കെ എന്ത് കായാണെന്തോ. അടുത്തൊരു ചലഞ്ച്. ഈ പൂവിൻ്റെ ചെടി ഏതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഈ പുല്ലൊരു കായും കൂടി ഉണ്ട് കേട്ടോ. കണ്ടുപിടിക്കാൻ പറ്റുന്നവർ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഇവിടെ നിന്നാണ് ഇത് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ പറയൂ ഇത് ഏതിൻ്റെ ചെടിയാണെന്ന്, ഇത് ഏതിൻ്റെ ചെടിയാണെന്ന് പറയാൻ പറ്റുന്നവർ പറയുക കേട്ടോ. രസമുണ്ട് പൂക്കൾ കാണാൻ. അപ്പോൾ ഇവിടെ പാൽപ്പൂവിൻ്റെ കുരുക്കളൊക്കെ ഉണ്ട് കേട്ടോ. പാൽപ്പൂ പറഞ്ഞാൽ ഒരു മഞ്ഞ കളർ മൂക്കുത്തിപ്പൂ എന്നൊക്കെ പറയും നിങ്ങൾ കേട്ടോ ഇവിടെ. ഇതാണ് ഞങ്ങളുടെ ഈ പൂവിൻ്റെ ചെടി ഏതെന്ന് പറയുന്നവർ പറയുക കേട്ടോ. കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ജഗ കില്ലാടികളല്ലേ, കമൻറ്റ് ചെയ്യുമല്ലോ. കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഞങ്ങൾ വെറുതെ ഒന്ന് പാടത്തോട്ട് ഇറങ്ങിയതാണ്. വല്ല സാധനങ്ങളുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇത് പറയുന്ന ചെടി പറയണം കേട്ടോ. ഞാൻ പാടത്തോട്ട് ഇറങ്ങിയതാണ് വെറുതെ. അപ്പോൾ ഞാനൊരു സാധനം കണ്ടു. എനിക്ക് വലിക്കണം എന്നുണ്ട്, പക്ഷെ പറ്റില്ല. കാണിച്ചു തരാം കേട്ടോ. അതാണ് ഞാൻ വലിക്കാൻ ആഗ്രഹമുണ്ട് പറഞ്ഞ സാധനം. ഇളന്നൻ. ഇതെനിക്ക് കിട്ടില്ല. അനിയൻ ഇവിടെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. പനങ്കായി കേട്ടോ. ഇതാണ് എനിക്ക് വേണം പറഞ്ഞ സാധനം, പക്ഷെ എനിക്കിത് കിട്ടില്ലല്ലോ. അതെനിക്കറിയാമല്ലോ. പ്രാവുണ്ട് കേട്ടോ. അത് എന്നെ കിടന്നും പറഞ്ഞു പോയി. വെള്ള പൊടികൾ ഇട്ടിരിക്കുന്നു. ഇത് എന്തിനാണെന്നറിയൂ? എനിക്കറിയാം. എനിക്ക് തോന്നുന്നു മരുന്നാണെന്ന് അറിയില്ല കേട്ടോ എന്താണെന്ന്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ ഒരു ആംബിയൻസ് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു ആംബിയൻസ് എൻ്റെ ബോളൊന്നും അറിയണ്ട. ഭയങ്കര എന്താ പറയുക, കുനിഷ്ടമാണ് എൻ്റെ അനിയന്, സത്യം പറയട്ടെ. ഒരു ഇതും ഇല്ല ഗൈസ്. വെള്ളപ്പൊടികൾക്ക് ഇവിടെ ഫുള്ളും ഉണ്ട്. എന്താണ് വെള്ളപ്പൊടി എന്ന് പറയണം. അവിടെ നിന്ന് എൻ്റെ ബോളിന് എറിഞ്ഞ് വീഴ്ത്തുകയാണ്. എന്താ പറയുക. അപ്പോൾ കൃഷ്ണപ്പരുന്തൊക്കെ പറക്കുന്നുണ്ട്. സാധനം എനിക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ട് ഈ ഒരു ചെടിയിൽ നിന്ന്. ഇതാണ് തോന്നുന്നു നല്ലപോലെ പൊട്ടുന്ന കൈ. എൻ്റെ കൈ കുത്തിയിട്ട് അമ്മി കയ്യിൽ നിന്ന് വഴുതിപ്പോയി. ഇപ്പം എന്തായാലും കിട്ടി. ഇതൊന്ന് പൊട്ടിച്ച് നോക്കട്ടെ കേട്ടോ. അതും സെയിം ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം അത് വെള്ളപ്പൂവിൻ്റെ ഇതാണ് തോന്നുന്നു. ഇതും പൊട്ടിയില്ല. ഒക്കെ പാളിപ്പൂവാണല്ലോ നാദാ. എല്ലാം പാളി. നിങ്ങൾക്ക് ഈ ചെടി ഏത് ചെടിയെന്നറിയോ? ഇതിൽ കുഞ്ഞു കുഞ്ഞു കായ്കളുണ്ട് കേട്ടോ. ഇതുണ്ടോ കുഞ്ഞു കുഞ്ഞു കായ്കളുണ്ട്. ഞാൻ വെറുതെ പാടത്തോട്ട് ഇറങ്ങിയതല്ല, വീഡിയോയ്ക്ക് വല്ല കണ്ടാൽ ഞാൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ചെടികൾ എൻ്റെ കണ്ണിൽപ്പെട്ടു. നിങ്ങളാണെങ്കിൽ ബുദ്ധിമാന്മാരായതുകൊണ്ട് നിങ്ങളോട് ചോദിക്കാൻ വിചാരിച്ചു. ഇതിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കായ്കളുണ്ട്. ഇത് പൊട്ടുന്നുണ്ടടാ.
ലൈക്കായി പൊട്ടുന്നുണ്ട് കേട്ടോ. സൗണ്ടൊന്നും കേൾക്കുന്നില്ല, പക്ഷെ പൊട്ടുന്നുണ്ട്. ഇതാ ഈ ഒരു ചെടി ഉണങ്ങിയാൽ പൊട്ടുന്ന ചെടിയാണെന്ന് തോന്നുന്നു. വലിക്കാൻ കിട്ടുന്നില്ല. ഈ ചെടി അറിയുന്നവർ കമൻറ്റ് ചെയ്യുക കേട്ടോ.